വെൽക്കം ടു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. കോഴിക്കോട്ടുകാരുടെ സ്വന്തം ലിറ്ററേച്ചർ ഫെസ്റ്റിവലായ KLF കാണാൻ ഞാനും പോയി. പക്ഷെ ഞാൻ പോയത് ഇതേപോലെ അവിടെ വരുന്ന റൈറ്റേഴ്സിനെയോ അല്ലെങ്കിൽ അവിടുത്തെ വരുന്ന സെഷൻസ് അറ്റൻഡ് ചെയ്യാനൊന്നുമല്ല. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പോയത് ബ്രാൻഡ്സ് എല്ലാം അവിടെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടും KLF എങ്ങനെ അവരെ സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടുമായിരുന്നു. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് KLF മാർക്കറ്റിംഗ് എഡിഷൻ. ഫസ്റ്റ് എനിക്കിഷ്ടമായത് ഇവരുടെ ഈ ഫോട്ടോ ബൂത്ത് അറേഞ്ച്മെൻ്റ് ആണ്. നമുക്ക് ബീച്ചിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ച് KLFൻ്റെ ആ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു മൂവായിരുന്നു. പിന്നെ കാരിക്കേച്ചർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നത് വളരെ അധികം നല്ലൊരു മൂവായിട്ട് തോന്നി. ബിക്കോസ് മെനി പീപ്പിൾ വർ എൻജോയിങ്. നെക്സ്റ്റ് ആയിട്ട് എനിക്കിഷ്ടമായത് ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിൽ അവരെന്നെ ബ്രാൻഡിങ് ചെയ്തതാണ്. ഓട്ടോ, ടെമ്പോ ട്രാവലേഴ്സ് അങ്ങനത്തെ ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ KLFൻ്റെ ബ്രാൻഡിങ് നന്നായിട്ട് ചെയ്തു തോന്നി. പിന്നെ ഇതേപോലെ ഈ വോൾ ആർട്സ് ചെയ്തത് നല്ല അടിപൊളിയായിട്ട് തോന്നി. കുറച്ച് നല്ല എന്താ പറയുക, ഒരു 3D എഫക്റ്റ് കൊടുത്തിട്ടുള്ളത് അടിപൊളി മൂവായിരുന്നു. നമുക്ക് ബ്രാൻഡ്സ് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു നോക്കാം. ഫസ്റ്റ് വരുന്നത് കെൻസയാണ്. കെൻസൻ്റെ മാർക്കറ്റിംഗ് അടിപൊളിയായി തോന്നി. കാരണം അവരുടെ TMT സ്റ്റീൽ ബാർ ഇതേപോലെ 2 തൂണിലാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഏറ്റവും കൂടുതൽ ഹാങ് ചെയ്ത് നിൽക്കുന്ന ആൾക്ക് എന്തോ ഒരു ചലഞ്ചൊക്കെ പോലെ വെച്ചിട്ടുള്ള ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ച് ഈസ് എ ഗുഡ് മൂവ്. എന്നത് അങ്കിൾ ജോൺ ഐസ്ക്രീം ആയിരുന്നു. അവരുടെ സ്റ്റാളും ആ ഒരു എന്താ പറയുക ഐസ്ക്രീം വാനിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. വിച്ച് ഈസ് എ റിയലി ഗുഡ് തിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് കേരള മിഷൻ്റെ സൂപ്പർ ഫാബ് ലാബ് കേരള എന്ന് പറയുന്ന ഒരു പ്രോട്ടോടൈപ്പ് 3D പ്രിൻറ്റിംഗ് ആയിരുന്നു. അവരുടെ കാർഡ്ബോർഡ്സ് വെച്ചിട്ട് തന്നെ ഒരു 3D സ്റ്റൈലിംഗ് അവരുടെ സ്റ്റാളിൽ ചെയ്തത്. വിച്ച് ഈസ് ഓൾസോ റിയലി ഗുഡ് ആൻഡ് അട്രാക്റ്റീവ് ഫോർ ദ പീപ്പിൾ. നെക്സ്റ്റ് എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ പാരഗൻ്റെ ബ്രാൻഡിങ് ആൻഡ് ഓൾസോ ദ എക്സ്പീരിയൻസ് ദേ ആർ ഡെലിവറിങ് ഓവർ KLF. അവരുടെ ജസ്റ്റ് ഒരു ഫുഡ് സ്റ്റോൾ തുറക്കുന്നതിന് പകരം അവരൊരു ബീച്ച് ഫ്രണ്ടായിട്ട് നമുക്ക് ബിരിയാണി കഴിക്കുന്നൊരു എക്സ്പീരിയൻസ് തന്നു. വിച്ച് ഈസ് റിയലി ഗുഡ്. എനിക്കിനി ഫസ്റ്റ് ആൻഡ് ടോപ്പ് മോസ്റ്റ് ആയിട്ട് ഇഷ്ടമായിട്ടുള്ളതാണ് ആൻഡ് മൈ ഫേവറേറ്റ്. അവിടുത്തെ എല്ലാ ബ്രാൻഡ്സിൻ്റെ സ്റ്റാളിനെക്കാട്ടിലും വളരെ ക്രിയേറ്റീവായിട്ടും ചെയ്ത ഒരു മാർക്കറ്റിംഗ് മൂവായിരുന്നു എലാൻസിൻ്റെ. അവരൊരു കരിയർ മെയ്സ് ഉണ്ടാക്കി. എന്നിട്ട് നമ്മളതിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ ക്വിക്ക് മണി ഉണ്ടാക്കണോ, ഡിഗ്രി ചെയ്തിട്ടാണോ പൈസ ഉണ്ടാക്കേണ്ടത്. നമ്മൾ ആ മെയ്സിൽ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് മണി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ റെഡിയാണോ ചൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ജയിലിലാവും എന്നുള്ള രീതിയിൽ പോർട്രേ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ ബാക്ക് ചെയ്യും. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഹിൻഡ് ചെയ്ത് ലാസ്റ്റ് അവരുടെ എലാൻസിൻ്റെ സെഷൻ്റെ അവിടെ അടുത്ത് നമ്മളെ എത്തിക്കും. ആൻഡ് ആ ലാസ്റ്റ് അതും കഴിഞ്ഞ് ആ സെഷനിൽ അവർ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്ത് എന്താണ് SCCA CA CMA കുറിച്ചിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തതിന് ശേഷം അവർക്കൊരു ഫോട്ടോ ബൂത്ത് ഉണ്ട്. ആ ഫോട്ടോ ബൂത്തിൽ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് അവർക്ക് അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എലാൻസിനെ ഫോളോ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ആ ഫോട്ടോ കോൺടെസ്റ്റിൽ നമുക്ക് ഇതേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിൻ ചെയ്യാൻ പറ്റും. വിച്ച് ഈസ് എ റിയലി ഗുഡ് മൂവ്. അവരെ കാര്യങ്ങൾ പറയാതെ തന്നെ വി ആർ എഡ്യൂക്കേറ്റഡ് ഇൻ ദിസ് മെയ്സ്. സോ ഇതാണ് ഞാൻ KLFൽ കണ്ട ഏറ്റവും നല്ല മാർക്കറ്റിംഗ് മൂവ്സ്. നിങ്ങൾ ഇനി അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്രാൻഡ്സ് അടിപൊളിയായി ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഓൺ ദിസ് റീൽ.